ക്നാനായ സമുദായ വലിയ മെത്രാപ്പൊലീത്തമാർ സെവേറിയോസിനെ പാത്രിയാർക്കിസ് ബാവ എന്നേക്കുമായി മുടക്കും. ബാവയുടെ മുടക്ക് കൽപ്പന ഉടൻ സെവേറിയോസിന് ലഭിക്കും. അനുസരണക്കേടിന്റെ ആത്മാവിനാൽ സഞ്ചരിക്കുന്ന മുൻ ആർച്ച് ബിഷപ്പ് സെവേറിയാസ് തിരുമേനി അച്ചടക്ക നടപടിയിലൂടെ കടന്നു പോകേണ്ടി വരും. പരിശുദ്ധ പാത്രിയാർക്കിസ് ബാവയെ കബളിപ്പിക്കുകയും പറഞ്ഞു പറ്റിക്കുകയും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുകയും തെറി വിളിപ്പിക്കുകയും കാട്ടറബി എന്ന് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത മുൻ വലിയ മെത്രാൻ സെവേറിയോസിന്റെ കുതന്ത്രങ്ങൾ ദൈവം പൊളിച്ചെടുക്കി തുടങ്ങി. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. ഈ പഴമൊഴി എത്ര അനർത്ഥമാണ്. നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന വചനം ഇവിടെ നിറവേറുകയാണ്. സെവേറിയോസ് തന്റെ സിംഹാസനം ഉറപ്പിക്കാൻ ബ്രിട്ടീഷ് തന്ത്രമാണ് സഭയിൽ ഉപയോഗിച്ചത്, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കുതന്ത്രം. അങ്ങനെ വർഷങ്ങൾ ഭരിച്ചു മുടിച്ച് ലക്ഷങ്ങൾ കവർന്നെടുത്തു. വിദേശങ്ങളിൽ സഞ്ചരിച്ച് ലക്ഷക്കണക്കിന് രൂപ സ്വന്തം അക്കൗണ്ടിലാക്കി. ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വാരി വിതറി. നിന്റെ രാജ്യം വരണമേ എന്ന ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ക്രിസ്തുവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കി. ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട അധരങ്ങൾ കൊണ്ട് വിശുദ്ധ മദ്ബഹായിൽ നിന്ന് കള്ളങ്ങൾ വാതൗരതെ പ്രസംഗിച്ചു. ഓരോ പള്ളിയിലെ ഭാരവാഹികളെ കയ്യിലെടുത്ത് അവരെ പുകഴ്ത്തി പുകഴ്ത്തി പ്രസംഗിച്ചു. ഇവിടെയെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട സമയം വൃഥാവാക്കി. ഫോട്ടോയ്ക്ക് വേണ്ടി സമയങ്ങൾ ചെലവിട്ടു. പത്രത്തിൽ ഫോട്ടോ വരണമെന്ന ആഗ്രഹം മനസ്സിൽ തിളച്ചു പൊങ്ങി. ക്നാനായ കമ്മിറ്റി അംഗങ്ങളും ക്നാനായ കോൺഗ്രസ് അംഗങ്ങളും പല പല ഫോട്ടോ എടുത്ത് വാർത്തകളാക്കിക്കൊണ്ടിരുന്നു. തന്റെ പ്രശസ്തിക്ക് വേണ്ടി ക്രിസ്തുവിനെ മറന്ന് പലതും ചെയ്തു. കൂട്ടുവേലക്കാരെ ഉപദ്രവിക്കരുത് എന്നാണ് സുവിശേഷങ്ങളിലെ സന്ദേശം. ഇത് മറന്ന് സഹായമിത്രാന്മാരെ മാനസികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം വിളിച്ച പലരെയും അകറ്റി നിർത്തി. വൈദികരെ ക്രൂരമായി പീഡിപ്പിച്ചു. വൈദികർ പലരും വേദനയോടെ മരണമടഞ്ഞു. സഭയിൽ ഭിന്നതയുടെ കള വിതച്ചു. സ്വന്തക്കാരെയും ബന്ധുക്കാരെയും തമ്മിലടിച്ചു. രാജ്യം കത്തുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചതുപോലെ സ്വന്തം ജനം തമ്മിലടിക്കുമ്പോൾ ആഹ്ലാദിച്ചു കൊണ്ടിരുന്നു ഈ മെത്രാൻ. പള്ളികളിൽ ഇദ്ദേഹം കാരണം സ്നേഹിതർ ശത്രുക്കളായി. പരസ്പരം സഹകരിച്ചവർ പരസ്പരം മിണ്ടാതായി. വീട്ടിലും സഭയിലും രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. സഹോദരങ്ങൾ തമ്മിൽ ബന്ധശത്രുക്കളായി. ഭിന്നതയുടെ കള കുടുംബത്തിലും സമുദായത്തിലും വിതച്ചു. വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചു. സ്വാർത്ഥതയുടെ ആരൂപമായി വലിയ മെത്രാൻ മാറി. മറ്റുള്ളവരെ ഇളക്കിവിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പാവത്തെ പോലെ അഭിനയിക്കുകയും ചെയ്തു. നടന്മാർ തോറ്റുപോകുന്ന വിധം അഭിനയിക്കുന്നതിൽ ഇദ്ദേഹം വിജയിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സാത്താനെ വഹിക്കുന്ന വ്യക്തിയെന്നും ഭൂതം ഇദ്ദേഹത്തെ കൈയടക്കിയിരിക്കുന്നുവെന്നും പറയുന്നത്. ഇതുകൊണ്ടാണ് ഭൂതത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നതെന്നും സാത്താൻ ഭരിക്കപ്പെടുന്ന മെത്രാപ്പൊലീത്ത എന്നും പരിശുദ്ധ ബാവ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മുടക്കപ്പെട്ട മെത്രാൻ ബാവയുടെ കൽപ്പന ലംഘിച്ച് കുർബാന ചൊല്ലിയതും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതും എന്നേക്കുമായ മുടക്കിനുള്ള സാധ്യത തെളിഞ്ഞു. മുടക്കിക്കഴിഞ്ഞാൽ ആഗോള ക്രൈസ്തവ സഭയിൽ അദ്ദേഹം ഒറ്റപ്പെടും. കൂടെ നിൽക്കുന്ന വൈദികരും കൂടെയുള്ള ആളുകളും പിന്മാറും. വെള്ളത്തിൽ പൂട്ടും കൂട്ടത്തിൽ പാട്ടും എന്ന പഴമൊഴി പോലെ വെള്ളത്തിൽ വരച്ച വര പോലെയാകും. ഒപ്പം ആരും ഉണ്ടാകില്ല. കൂടെയുള്ളവരെല്ലാം കൈവിടും. തികച്ചും ഒറ്റപ്പെടും. ശുശ്രൂഷകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തും. അതിനു മുമ്പേ പരിശുദ്ധ ബാവയുടെ മുമ്പിൽ ക്ഷമ ചോദിച്ചു ദൈവമുമ്പാകെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞും മറ്റു മെത്രാന്മാരോടും വൈദികരോടും ആലോചിച്ച് കേസുകളെല്ലാം പിൻവലിച്ച് സമുദായത്തിൽ അതിവേഗം സമാധാനവും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ വരാനുള്ള മുടക്കിൽ നിന്നും ഒഴിവാകൂ.